MRFനെ വെട്ടിച്ച് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റോക്കായി മാറിയ എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ്ലി ആയ സ്റ്റോക്ക് ഏതാണ്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ കുറെ കാലമായി ഉണ്ടായിരുന്നുള്ളൂ: MRF. എന്നാൽ ഒക്ടോബർ 29, 2024 ആരും തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം സംഭവിച്ചു. എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന അറിയപ്പെടാത്തൊരു കമ്പനിയുടെ സ്റ്റോക്ക് MRFനെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ സ്റ്റോക്കായി മാറി. എൽസിഡിന്റെ സ്റ്റോക്ക് പ്രൈസ് മെല്ലെ മെല്ലെ ഗ്രാജുവലായി ഉയർന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ജൂൺ 21, 2024 എൽസിഡിന്റെ ഒരു ഷെയറിന്റെ വില വെറും 3.53 രൂപയായിരുന്നു. ഈ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും അന്ന് ആരും തന്നെ ഉണ്ടായിരുന്നു. വെറും ഒറ്റ ദിവസം കൊണ്ട്, അതായത് ഒക്ടോബർ 29, 2024 എൽസിഡിന്റെ ഷെയർ പ്രൈസ് കുതിച്ചുയർന്നത് 66,92,535%. സിമ്പിളായി പറഞ്ഞാൽ വെറും 3.53 രൂപയിൽ നിന്നും 2,36,250 രൂപ എന്ന മാജിക്കൽ ഫിഗറിലേക്കാണ് ഷെയർ പ്രൈസ് പറന്നു പൊങ്ങിയത്. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ സ്റ്റോക്ക് എന്ന റെക്കോർഡ് എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ പേരിലായി. ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഒരൊറ്റ ദിവസം കൊണ്ട് റോക്കറ്റ് പോലെ കുതിച്ചു വരാൻ എന്തായിരിക്കും കാരണം? അതറിയാൻ നിങ്ങളും സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന ഈ കമ്പനിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിന്റ് കമ്പനിയായ ഏഷ്യൻ പെയിന്റ്സിനെ പറ്റി കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഏഷ്യൻ പെയിന്റ്സിന്റെ 4 ഫൗണ്ടർമാരിൽ ഒരാളായ അരവിന്ദ് വാക്കിൽ ഫാമിലിയുടെ കമ്പനിയാണ് എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്. ഈ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി 1981 മുംബൈയിലാണ് തുടങ്ങിയത്. എൽസിഡിന്റെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ എൽസിഡിന്റെ ബിസിനസ് ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഡിബഞ്ചറുകൾ എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻഡുമാണ് ഇവരുടെ പ്രധാന റവന്യൂ. ബുക്ക് വാല്യൂ എന്ന ടേം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിൽ നിന്നും ടോട്ടൽ ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ കിട്ടുന്ന ഫിഗറാണ് ബുക്ക് വാല്യൂ പെർ ഷെയർ. സാധാരണയായി ഇൻവെസ്റ്റ്മെന്റ്സ് കമ്പനികളുടെ ഷെയറുകൾ തങ്ങളുടെ ബുക്ക് വാല്യൂവിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ട്രേഡ് ചെയ്യാറുള്ളത്. എൽസിഡിന്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. വളരെ കാലമായി എൽസിഡിന്റെ ഷെയറുകൾ തങ്ങളുടെ ബുക്ക് വാല്യൂവിനേക്കാൾ ഏതാണ്ട് 100% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. 2024 ജൂണിൽ എൽസിഡിന്റെ ഒരു ഷെയറിന്റെ വില വെറും 3.5 രൂപയായിരുന്നു. പക്ഷേ അന്ന് ഈ സ്റ്റോക്ക് വിൽക്കാൻ ആരും തയ്യാറായിരുന്നില്ല. എന്തായിരിക്കും അതിന്റെ കാരണം ഈ കമ്പനിയുടെ ഫെയർ മാർക്കറ്റ് പ്രൈസ് വളരെ ഉയർന്നതാണെന്ന് ഷെയർ ഹോൾഡേഴ്സിന് അറിയാമായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കണക്ക് നോക്കാം. എൽസിഡ് എന്ന കമ്പനിക്ക് ആകെ 2 ലക്ഷം ഷെയറുകളേ ഉള്ളൂ. ഈ കമ്പനിയുടെ ബുക്കിലുണ്ടായിരുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആകട്ടെ 12,130 കോടി രൂപയും. ഈ 12,130 കോടിയെ 2 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക 6 ലക്ഷമാണ്. സിമ്പിളായി പറഞ്ഞാൽ എൽസിഡിന്റെ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ ഏതാണ്ട് 6 ലക്ഷം രൂപയോളം വരും. ഷെയർ ഹോൾഡേഴ്സിന് ആരും തന്നെ 3.5 രൂപയ്ക്ക് ഈ സ്റ്റോക്ക് വിൽക്കാൻ തയ്യാറാകാത്തതിന്റെ സീക്രട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ. ഒരു കാര്യം മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുടെ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് തങ്ങളുടെ ബുക്ക് വാല്യൂവിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ്. ഇതിനാൽ കമ്പനികളുടെ ആക്ച്വൽ പ്രൈസും ബുക്ക് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് കുറച്ചു കൊണ്ടുവരാൻ 2024 ജൂണിൽ സെബി ഒരു പുതിയ ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ മെക്കാനിസത്തിന്റെ പേരാണ് സ്പെഷ്യൽ കോൾ ഓപ്ഷൻ വിത്ത് നോ പ്രൈസ് ബാൻസ്. 28 ഒക്ടോബർ 2024 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾക്കായി ഒരു സ്പെഷ്യൽ ഓപ്ഷൻ നടത്തി. തൊട്ടടുത്ത ദിവസം, അതായത് ഒക്ടോബർ 29 എൽസിഡിന്റെ ഷെയറുകൾ റീലിസ്റ്റ് ചെയ്യപ്പെട്ടു. അന്ന് ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് കുതിച്ചുയർന്നത് എങ്ങോട്ടേക്കാണെന്ന് ഗസ് ചെയ്യാമോ? വെറും 3.53 രൂപയിൽ നിന്നും ഒരു ഷെയറിന് 2,25,000 രൂപ എന്ന പടുകൂറ്റൻ പ്രൈസിനാണ് എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ്സ് റീലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതേ ദിവസം തന്നെ ഈ സ്റ്റോക്കിന്റെ വില 5% കുതിച്ചുയർന്ന് 2,36,250 എന്ന റെക്കോർഡ് ഫിഗർ തൊട്ടു. ഇതോടെ ഒരു ഷെയറിന് 1.22 ലക്ഷം രൂപയായിരുന്ന MRF 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ എൽസിഡിന്റെ കയ്യിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ 2,83,13,860 ഷെയറുകൾ ഉണ്ടായിരുന്നു. ഈ ഷെയർസിന്റെ വാല്യൂ ആകട്ടെ ഏതാണ്ട് 8,500 കോടിയോളം രൂപ വരും. ഒന്നുകൂടെ സിമ്പിളായി പറഞ്ഞാൽ ഈ ഷെയർ ഹോൾഡിംഗ് ഏഷ്യൻ പെയിന്റ്സിന്റെ 2.95% ഓണർഷിപ്പിന് ഇക്വലന്റ് ആണ്. എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഉയർന്ന വാല്യൂഷന് പിന്നിലെ പ്രധാന കാരണം എന്തായിരുന്നുവെന്നും ഇപ്പോൾ മനസ്സിലായല്ലോ. എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ സ്റ്റോക്കിന്റെ കഴിഞ്ഞ 52 ആഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഒരു ഷെയറിന് 3.37 രൂപയായിരുന്നു. അന്ന് നിങ്ങൾ 10,000 രൂപയ്ക്ക് ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിരുന്നു അസ്യൂം ചെയ്യുക. ആ എമൗണ്ടിന് നിങ്ങൾക്ക് 2,967 ഷെയർസ് അന്ന് കിട്ടുമായിരുന്നു. ഇന്ന് എൽസിഡിന്റെ ആ ഷെയർസിന്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് ഗസ് ചെയ്യാം. 70,59,53,750 രൂപ. അതായത് 70,104 മടങ്ങാണ് ആ സ്റ്റോക്കിന്റെ വില ഉയർന്നത്.
നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച ഏതെങ്കിലും സ്റ്റോക്ക് പിന്നീട് കുതിച്ചു കയറിയിട്ടുണ്ടോ? താഴെ കമന്റ് ചെയ്യും.